നെഹമ്യാവ് 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റു ആട്ടിൻവാതിൽ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ചു അതിന്റെ കതകളും വെച്ചു. ഹമ്മേയ ഗോപുരം വരെയും ഹനനയ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. അവർ പണിതതിനപ്പുറം എരിഹോക്കാർ പണിതു. അവരുടെ അപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണിതു. മീൻവാതിൽ ഹസനായക്കാർ പണിതു. അവർ അതിന്റെ പടികൾ വെച്ചു. കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഹക്കോസിന്റെ മകനായ ഊര്യാവിന്റെ മകൻ മെരോമോത്ത് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം മെശേസബേലിന്റെ മകനായ ബെരോഖ്യാവിന്റെ മകൻ മെശുല്ലാം അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ബാനയുടെ മകൻ സാദോക്ക് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം തെക്കോവ്യർ അറ്റകുറ്റം തീർത്തു. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. പഴയ വാതിൽ പാസേഹയുടെ മകനായ യോയാദയും ബെസോദ്യാവിന്റെ മകനായ മെശുല്ലാമും അറ്റകുറ്റം തീർത്തു. അവർ അതിന്റെ പടികൾ വെച്ച് കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഗിബിയോന്യനായ മെലത്യാവും മെരോനോഥ്യനായ യാദോനും ഗിബിയോന്യരും മിസ്പേരും നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയുടെ ന്യായാസന സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം തട്ടന്മാരിൽ ഹഹര്യാവിന്റെ മകനായ ഉസിയേൽ അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം തൈലക്കാരിലൊരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്തു വീതിയുള്ള മതിൽ വരെ യെരുശലേമിനെ ഉറപ്പിച്ചു. അവരുടെ അപ്പുറം യെരുശലേം ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹൂരിന്റെ മകൻ രഫയാവ് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ഹരുമഫിന്റെ മകൻ യദായാവ് തന്റെ വീട്ടിനു നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം ഹശബ്നിയാവിന്റെ മകൻ ഹത്തൂഷ് അറ്റകുറ്റം തീർത്തു. മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ഹരീമിന്റെ മകൻ മൽഖിയാവും ഭഗത് മോവാബിൻ മകൻ ഹശൂബും അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം യെരുശലേം ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോഹേശിന്റെ മകൻ ശല്ലൂമും അവന്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു. താഴ്വരവാതിൽ ഹനൂനും സാനോഹ് നിവാസികളും അറ്റകുറ്റം തീർത്തു. അവർ അത് പണിതു. അതിന്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. കുപ്പവാതിൽ വരെ മതിൽ 1000 മുഴം കേടുപോക്കി. കുപ്പവാതിൽ ബേത്ത് ഹക്കേരിയൻ ദേശത്തിന്റെ പ്രഭുവായ രേഖാബിന്റെ മകൻ മൽക്കിയാവ് അറ്റകുറ്റം തീർത്തു. അവനത് പണിതു. അതിന്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. ഉറവുവാതിൽ മിസ്പദേശത്തിന്റെ പ്രഭുവായ കോർഹോസയുടെ മകനായ ശല്ലൂൻ അറ്റകുറ്റം തീർത്തു. അവനത് പണിതു. മേച്ചൽ കഴിച്ചു. കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. രാജോദ്യാനത്തിന്റെ നീർപ്പാത്തിക്കരികെയുള്ള കുളത്തിന്റെ മതിലും ദാവീദിന്റെ നഗരത്തിൽ നിന്ന് ഇറങ്ങുന്ന കൽപ്പടി വരെ തീർത്തു. അവന്റെ അപ്പുറം ബെസ്സൂദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ അസ്ബൂക്കിന്റെ മകൻ നെഹമ്യാവ് ദാവീദിന്റെ കല്ലറകളുടെ നേരെയുള്ള സ്ഥലം വരെയും വെട്ടിക്കുഴിച്ച കുളം വരെയും വീരന്മാരുടെ ആകാരം വരെയും അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം ലേവ്യരിൽ ബാനിയുടെ മകൻ രേഹു അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം കെയില ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹശബ്യാവ് തന്റെ ദേശത്തിന്റെ പേർക്ക് അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം അവന്റെ സഹോദരന്മാരിൽ കെയില ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹെനാദാദിന്റെ മകനായ ബവ്വായി അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം മിസ്പ പ്രഭുവായ യേശുവയുടെ മകൻ യേസർ കോണങ്കിലെ ആയുധശാലയ്ക്കുള്ള കയറ്റത്തിന് നേരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിനുശേഷം സബ്ബായിയുടെ മകൻ ബാരൂഖ് ആ കോണ് തുടങ്ങി മഹാപുരോഹിതനായ എല്യാശീബിന്റെ വീട്ടുവാതിൽ വരെ മറ്റൊരു ഭാഗം ജാഗ്രതയോടെ അറ്റകുറ്റം തീർത്തു. അതിനുശേഷം ഹക്കോസിന്റെ മകനായ ഊര്യാവിന്റെ മകൻ മെരേമോത്ത് എല്യാശീബിന്റെ വീട്ടുവാതിൽ തുടങ്ങി എല്യാശീബിന്റെ വീട്ടിന്റെ അറ്റം വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം നാട്ടുപുറക്കാരായ പുരോഹിതന്മാർ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ബെന്യാമീനും ഹശൂബും തങ്ങളുടെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം അനന്യാവിന്റെ മകനായ മയസയാവിന്റെ മകൻ അസര്യാവ് തന്റെ വീട്ടിനരിയെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ഹെനാദാദിന്റെ മകൻ ബിന്നൂവി അസര്യാവിന്റെ വീട് മുതൽ കോണിന്റെ തിരിവ് വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. ഊസായിയുടെ മകൻ പാലാൽ കോണിനും കാരാഗ്രഹത്തിനും മുറ്റത്തോട് ചേർന്നതായി രാജധാനി കവിഞ്ഞ് മുമ്പോട്ട് നിൽക്കുന്ന ഉന്നത ഗോപുരത്തിനും നേരെ അറ്റകുറ്റം തീർത്തു. അതിനുശേഷം പാരോശിന്റെ മകൻ
പെദായാവ് അറ്റകുറ്റം തീർത്തു. ദൈവാലയദാസന്മാർ ഓഫേലിൽ കിഴക്ക് നീർവാതിൽ നരികെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തു വന്നു. അതിന്റെ ശേഷം തെക്കോവിയർ കവിഞ്ഞു നിൽക്കുന്ന വലിയ ഗോപുരത്തിന് നേരെ ഓഫേലിന്റെ മതിൽ വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. കുതിരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തൻ താന്താന്റെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ഇമ്മേറിന്റെ മകൻ സാദോക്ക് തന്റെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം കിഴക്കേ വാതിൽ കാവൽക്കാരനായ ശെഖന്യാവിന്റെ മകൻ ശെമയ്യാവ് അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ശേലെമ്യാവിന്റെ മകൻ ഹനന്യാവും സലാഫിന്റെ 6-ാമത്തെ മകൻ ഹാനൂനും മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ബെരെഖ്യാവിന്റെ മകൻ മെശുല്ലാം തന്റെ അറയുടെ നേരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം തട്ടാന്മാരിൽ ഒരുവനായ മൽക്കിയാവ് ഹമ്മീഫ്ഖാദ് വാതിലിന് നേരെ ദൈവാലയദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കലെ മാളികമുറി വരെയും അറ്റകുറ്റം തീർത്തു. കോണിങ്കലെ മാളികമുറിക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു.